ഹരണ അന്വേഷിച്ച ചാൻ രാത്രിയിൽ കാറും എടുത്ത് പോയി എന്ന് ഹൈന് പറയുന്നുണ്ടേ. അവൾ പേടിച്ചിട്ട് പാർക്കിന്റെ അടുത്ത് വരും. അവൻ രാത്രിയിൽ 2 മണിക്കാണ് കാറും എടുത്ത് പോയത്. നല്ല പനിയുണ്ടായിരുന്നു, ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള അവസ്ഥയിലല്ലായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, എനിക്ക് ആകെ പേടിയാവുന്നു എന്ന് പാർക്ക് അവളോട് പറയും. അതേസമയം തന്നെ ബെന്നും അവനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരും. എന്താണ് പറ്റിയതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടൊരു മെയിൽ അയച്ചിട്ടുണ്ട്. പിന്നീട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ മെയിലെ അക്കൗണ്ട് എല്ലാം അവൻ ഡിലീറ്റ് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. മനഃപൂർവ്വം വാനിഷ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതുപോലെ തോന്നുന്നു. വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷനാവും. ചാന്റെ കേടായ ഡ്രോയിങ് പാഡ് പാർക്ക് അവൾക്ക് കൊടുക്കും. ഒരുപാട് കാലം കൊണ്ട് അവൻ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം നിന്നോട് തുറന്നു പറയണമെന്ന് പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യണമെന്ന് അവന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഓർമ്മകളൊന്നും കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തുറന്നു പറയാൻ മടിക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് ഇനി വിഷമമായാലോ, നിനക്ക് പണ്ടത്തെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ വീണ്ടും ഓർക്കേണ്ടി വന്നാലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് അവൻ ഹെസിറ്റേറ്റ് ചെയ്തതെന്നൊക്കെ അയാൾ പറയുന്ന കേൾക്കുമ്പോൾ അവൾക്ക് കുറ്റബോധം തോന്നും. അവൻ പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടും അവളത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ. ആരുടെ റൂംമേറ്റ് ആയിരുന്നു, എന്താണ് അവർക്കിടയിൽ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവനത് പറയാനുള്ള ഒരു അവസരം കൊടുക്കണമായിരുന്നു. അത് ചെയ്യാതിരുന്നതിൽ അവൾക്കിപ്പോൾ നല്ല കുറ്റബോധമുണ്ട്. അങ്ങനെ വിഷമത്തിൽ വരുന്നതന്നെയാണ് കാറിൽ നമ്മളുടെ ട്രയൽ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് ചാൻ നോട്ട് എഴുതി വെച്ചേക്കുന്നവള് ശ്രദ്ധിക്കുന്നത്. സുജിൻ ചാന്റെ അടുത്ത് കള്ളം പറഞ്ഞതാണ്. അവന്റെ അവസ്ഥയെല്ലാം അറിയുമ്പോൾ അവൾക്ക് ആകെ കുറ്റബോധമാവും. അവർക്ക് തമ്മിൽ അറിയായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹാരൻ അവളെ കാണാനായിട്ട് വരും. ചാനെ കാണാനില്ല. എനിക്കറിയാവുന്ന ചാൻ ആരോടും യാത്ര പറയാതെ അങ്ങനെ ഡിസിപ്പയർ ആവത്തില്ല. പക്ഷെ ഇപ്പോൾ അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്താണ് സംഭവിച്ചതെന്ന് അവള് സുജിന്റെ അടുത്ത് ചോദിക്കും. എൻ്റെ അടുത്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചാൻ ശ്രമിച്ചെങ്കിലും അതിനൊരു അവസരം ഞാൻ കൊടുത്തില്ല. നിങ്ങൾക്ക് 3 പേർക്കും ബോസ്റ്റണിൽ വെച്ച് പരസ്പരം അറിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അവൻ ഡിസപ്പയർ ആകാൻ കാരണം 7 വർഷം മുമ്പ് നടന്ന ആ സംഭവമാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണ് അന്ന് അവിടെ സംഭവിച്ചതെന്ന് എന്നോട് തുറന്നു പറയണം. എനിക്കത് അറിയാനുള്ള അവകാശമുണ്ടെന്ന് അവൾ സുജിന്റെ അടുത്ത് പറയുമ്പോൾ സുജിൻ ആദ്യം അവളോട് അപ്പോളജൈസ് ചെയ്യും. ഞാൻ അറിഞ്ഞുകൊണ്ട് ഇയാളോട് ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവൾ പറഞ്ഞു തുടങ്ങുന്നത്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. ഹോക്ചാൻ അന്നൊരു സർജറിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് സർജറിയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ചാൻ നല്ല സ്ട്രെസ്ഡ് ആയിരുന്നു. ഇയാളെ ആണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നതെന്ന് സുജിൻ അവളോട് പറയും. അവൻ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് മെസ്സഞ്ചർ വഴി നമുക്ക് മെസ്സേജ് അയച്ചാലോ എന്നൊക്കെ ചോദിച്ച രണ്ടുപേരും മെസ്സഞ്ചർ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതൊക്കെ ഹാരന് ഓർമ്മ വരും. പക്ഷെ അന്നേരം സമയത്തിന്റെ പ്രശ്നം കാരണം പലപ്പോഴും അവൾ വരുമ്പോഴത്തേക്കിനും ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറേ നാളെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പരസ്പരം സംസാരിച്ചു, പരിചയപ്പെട്ടു, അങ്ങനെ ഫ്രണ്ട്സ് ആയി. സ്വാഭാവികം ഒരേ സ്ഥലത്തു നിന്നുള്ള രണ്ടാളുകൾ അന്യനാട്ടിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കുമല്ലോ. അങ്ങനെ സംഭവിച്ചതാണ്. ഹോക്ചാന് ലാപ്ടോപ്പിന്റെ ആവശ്യം വന്നപ്പോൾ സൊനു ചാനാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതിനുശേഷം അവൻ ഹോക്ചാൻ നമ്പറും സേവ് ചെയ്ത് കൊടുക്കും. അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതിനാണ് സുജിൻ അങ്ങോട്ടേക്ക് വരുന്നതും ചാനെ ആദ്യമായിട്ട് കാണുന്നതും. ആ സമയത്ത് തന്നെ ഹാരന്റെ കോള് ഹോക്ചാന് വരുന്നുണ്ട്. പക്ഷെ അവൻ സുജിൻ കാണാതെ ആ ഫോൺ മറച്ചു വെക്കും. സുജിൻ ഇത് കാണുന്നുണ്ട്, അവർക്ക് അറിയാം അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്. എന്നിട്ടും അവനോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷവും ഞങ്ങൾ പരസ്പരം കാണുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുത്തു. ഇയാളുമായിട്ട് ബ്രേക്കപ്പ് ആവണമെന്ന് ഹോക്ചാൻ തീരുമാനിച്ചു വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ടാണ് കൊറിയയിലേക്ക് വരുന്ന വെക്കേഷൻ ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ കൂടെ ട്രിപ്പിന് വന്നത്. ഇതൊക്കെ ചാൻ അറിയായിരുന്നു. ആ സമയത്ത് ട്രിപ്പിന് വന്നപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ലാപ്ടോപ്സ് തമ്മിൽ മാറിപ്പോയി. ആ സമയത്താണ് ഹോക്ചാൻ ആണെന്ന് പ്രിറ്റൻഡ് ചെയ്ത് ചാൻ ഇയാൾക്ക് മെസ്സേജ് അയച്ചത്. ആദ്യം അങ്ങനെ ചെയ്തു തുടങ്ങിയത് ഹോക്ചാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. പല പ്രാവശ്യം എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞു തുടങ്ങിയത് എന്നോട് അടുത്തതിന് ശേഷമാണ്, അല്ലാതെ അവൻ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയല്ല എന്നൊക്കെ സുജിൻ ഹാരന്റെ അടുത്ത് തുറന്നു പറയും. അതൊക്കെ കേൾക്കുമ്പോൾ ഇയാൾ എന്തിനാണ് എനിക്ക് മെസ്സേജ് അയച്ചത്, മനഃപൂർവ്വം എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ദേഷ്യപ്പെട്ട് അവനോട് ചോദിച്ചതെല്ലാം ഹാരന് ഓർമ്മ വരും. അവൾക്ക് ഗിൽറ്റി ഫീലിംഗ് കൂടുകയാണ് ചെയ്യുന്നത്. ഇയാളോട് ബ്രേക്കപ്പ് ആവാൻ റെഡി ആയിട്ടിരുന്ന ചാൻ അറിയുന്നത് നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. അതിന്റെ പേരിലാണ് അവർ തമ്മിൽ വഴക്കുണ്ടായതെന്നും സുജിൻ ഹാരന്റെ അടുത്ത് പറയും. ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന റിലേഷൻ ഒരു കാരണവശാലും ഇയാൾ അറിയരുത്, അറിഞ്ഞാൽ ഇയാൾ വിഷമിക്കുന്ന ചാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും കൂടി സുജിൻ ഹാരന്റെ അടുത്ത് പറയുന്നുണ്ട്. ചാൻ ഡിസപ്പിയർ ആവാൻ കാരണം ഞാനാണ്. അവന്റെ മെമ്മറീസ് ഡിസോർഡർ ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആ ഒരു എക്സ്പ്ലോഷനിൽ നിന്ന് അവൻ ഇതിന് മാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്നും എനിക്ക് അറിയില്ലായിരുന്നു. പേഴ്സണലിയും പ്രൊഫഷണലിയും ഞാൻ
ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് ചാനോട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് സുജിൻ വീണ്ടും അപ്പോളജൈസ് ചെയ്യും. ദേഷ്യത്തിലും സങ്കടത്തിലുമാണ് ഹാരൻ അവിടുന്ന് പോരുന്നത്. തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഹാരൻ ആദ്യം ചെയ്യുന്നത് വലിച്ചെറിഞ്ഞ് കളഞ്ഞ ആ പേന കണ്ടുപിടിക്കുവാണ്. ഇവള് ബോസ്റ്റണിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് അറിയുമ്പോൾ ഹായൻ ചോദിക്കുന്നുണ്ട്, എന്താ പെട്ടെന്നൊരു അഫെക്ഷൻ, കുറച്ചുനാൾ മുമ്പ് വരെ വലിയ അടുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ലല്ലോ എന്ന്. ഞങ്ങളിപ്പോൾ കുറെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് ഹാരൻ അന്ന് മറുപടി പറയുന്നത്. അവൾ ആ സംസാരിച്ചത് മുഴുവൻ സോൻവു-ചാന്റെ അടുത്തായിരുന്നു എന്ന് ഹാരൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഹായങ്ങിന് അന്ന് ഫാക്ടറി വിസിറ്റ് ഉണ്ട്. കുറച്ച് ദൂരെ ആയതുകൊണ്ട് കമ്പനിയുടെ കാറിലാണ് പോകുന്നത്, സ്വന്തം കാർ എടുക്കുന്നില്ല. അവൾ അതെല്ലാം ടേസൂക്കിനെ കാണുമ്പോൾ പറയും. ടേസൂക്ക് ബിസി ആയതുകൊണ്ട് അവന് കൂടെ ചെല്ലാനും പറ്റത്തില്ല. ആദം ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ യുഎമ്മിനെ അവിടെ കാണത്തില്ല. ഫോൺ വിളിച്ച് നോക്കുമ്പോൾ അവനെ എടുക്കുന്നില്ല. അങ്ങനെ ഫ്രണ്ടിനെ വിളിക്കും. അവൻ സ്കൂളിൽ വന്നിട്ടുണ്ട്. അവന്റെ സാധനങ്ങളൊക്കെ ലോക്കറിൽ നിന്ന് എടുക്കുകയാണ്. ബേസ്ബോൾ ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ്. അവനെ കൊണ്ട് ഇനി കളിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നതെന്ന് ഫ്രണ്ട് അവളോട് പറയും. ആദം സ്കൂളിലേക്ക് വരുമ്പോൾ അവൻ യൂണിഫോം ഒക്കെ ട്രാഷ് ക്യാനിൽ എടുത്തിട്ടുണ്ടാവും. ഇതുപോലെ പരിക്ക് പറ്റിയിട്ട് തിരിച്ച് സ്പോർട്സിലേക്ക് തന്നെ വന്ന കുറെ ആളുകളുടെ പേരൊക്കെ പറഞ്ഞ് അവരുടെ ലൈഫൊക്കെ പറഞ്ഞ് അവനെ ഇൻസ്പയർ ചെയ്യാനായിട്ട് നോക്കും ആദം. പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ട്രൈ ചെയ്താലും തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അവരൊക്കെ വിചാരിച്ചതിലും കൂടുതൽ സമയം റിക്കവർ ചെയ്യാനായിട്ട് എടുത്തു. എന്നിട്ടും തിരിച്ചു വന്നപ്പോൾ റെക്കോർഡ്സ് ഒക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റി. നമുക്കും ട്രൈ ചെയ്ത് നോക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ട്രൈ ചെയ്യാതെ ഇപ്പോൾ ഇവിടെ വെച്ചെല്ലാം നിർത്തുവാണെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ റിഗ്രറ്റ് തോന്നും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാക്സിമം നമുക്ക് ട്രൈ ചെയ്യണം. അതിനുശേഷം പറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ബേസ്ബോൾ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാം. അത് ഫിഗർ ഔട്ട് ചെയ്യുന്നത് വരെയെങ്കിലും നമുക്ക് ട്രൈ ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് ആദം അവനെ എൻകറേജ് ചെയ്യും. അത് കേൾക്കുമ്പോൾ ശ്രമിക്കാമെന്ന് അവൻ വാക്ക് കൊടുക്കും. ഫാക്ടറി വിസിറ്റ് മാറ്റി വെച്ചു. അടുത്ത ആഴ്ചത്തേക്കായി അന്നേരം ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ടേസൂക്കിന് കോള് വരും. ഹായങ് ഓൾറെഡി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. ഇവൻ വേഗം തന്നെ ഹായങ്ങിനെ വിളിച്ചു നോക്കും. പക്ഷെ അവൾ എപ്പോഴും ഫോൺ ഓഫീസിൽ മറന്നു വെച്ചിട്ടാണ് പോകാറുള്ളത്. അതുകൊണ്ട് റമിയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ അവൻ അറ്റൻഡ് ചെയ്യാനുള്ള മീറ്റിംഗ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഹായങ്ങിനെ അന്വേഷിച്ചു പോകും. ഹായങ് ആണെങ്കിൽ അവിടെ മഞ്ഞ് വീഴ്ചയും കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങോട്ടേക്കുള്ള ട്രാഫിക് ഒക്കെ അവർ നിരോധിച്ചത്. അതിനിടയ്ക്ക് പെട്ടുപോകും. ഇവിടെ കിടന്ന് മരിക്കാനാണോ എൻ്റെ വിധി എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ബാരിക്കേഡൊക്കെ ചാടിക്കടന്ന് ടേസൂക്ക് അങ്ങോട്ടേക്ക് ചെല്ലും. ടേസൂക്ക് വിളിക്കുന്ന പോലെ ഇവർക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഹാലൂസിനേറ്റ് ചെയ്യുവാണോ എന്ന് സംശയം വരും. നോക്കുമ്പോൾ ടേസൂക്ക് തന്നെയാണ്. അവൾക്ക് കോട്ടും എല്ലാം കൊടുത്ത് കാർ സർവീസിനൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവനും അവിടെ വെയിറ്റ് ചെയ്യും. എനിക്ക് തെറ്റായ ഐഡിയ വീണ്ടും കിട്ടും, അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവനത് വാങ്ങത്തില്ല. ഹാരനാണെങ്കിലും ഹാദമാണെങ്കിലും ടേസൂക്ക് ഇങ്ങനെ തന്നെ ചെയ്യത്തില്ലായിരുന്നോ എന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഒരുപക്ഷെ തെറ്റെന്റെ ഭാഗത്തായിരിക്കാം. ഇയാളെ മിസ് കിമ്മിന്റെ ഗ്രാൻഡ് ഓർഡർ ആയതുകൊണ്ട് ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റാതെ പോയതായിരിക്കാം. ഞാൻ ഒരുപാട് ലേറ്റ് ആണെന്നറിയാം, എന്നാലും എന്നെപ്പോലെ ഒരാളെ ഇയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇയാളെ ഇഷ്ടപ്പെട്ടോട്ടെ എന്നാണ് ടേസൂക്ക് അവളോട് ചോദിക്കുന്നത്. അവൾ സന്തോഷത്തോടെ സമ്മതിക്കും. ചാന്റെ ഗ്രാൻഡ് മദറിന്റെ കയ്യിൽ ശരിയാക്കാനായിട്ട് കൊടുത്ത പ്ലേറ്റ് എല്ലാം റെഡിയാക്കി അമ്മൂമ്മ പാഴ്സൽ അയച്ചു കൊടുക്കും. അതിൻ്റെ കൂടെ ഒരു ലെറ്റർ ഉണ്ടാവും. നമ്മൾ ഒരു കാര്യം ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണം. അത് റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ മുമ്പത്തേനെക്കാട്ടിലും സ്ട്രോങ് ആവും, ഭംഗിയുള്ളതാവും. ഇയാളുടെ ലൈഫിലും അങ്ങനെ ഫിക്സ് ചെയ്യാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത്. കുറച്ച് തീരുമാനമായിട്ട് മുന്നോട്ട് തന്നെ പോകണം. അങ്ങനെയാകുമ്പോൾ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളുടെ ലൈഫിലും ആ ഒരു മിറക്കിൾ സംഭവിക്കട്ടെ എന്നാണ് അമ്മമ്മ എഴുതിയിരിക്കുന്നത്. അത് വായിച്ചു കഴിയുമ്പോൾ അവൾ അവിടുന്ന് വീട്ടിലേക്ക് പോയി ചാന്റെ ഡ്രോയിങ് പാഡും എടുത്ത് സർവീസ് സെന്ററിലേക്ക് ചെല്ലും. പക്ഷെ 10 വർഷം മുമ്പുള്ള മോഡലാണ്, ഇതിന്റെ പാർട്സ് ഒന്നും ഇപ്പൊ കിട്ടാനില്ല, അതുകൊണ്ട് ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചയക്കും. അങ്ങനെ ഇത് ശരിയാക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവൾ കുറെ അന്വേഷിക്കും. ഇതിന്റെ പാർട്സ് കിട്ടുവാണെങ്കിൽ ശരിയാക്കാൻ നോക്കാം എന്ന് അയാൾ പറഞ്ഞത് ആലോചിച്ചിട്ട് അവൾ വീണ്ടും ഇതേ മോഡൽ ആരെങ്കിലും കയ്യിലുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരാളുടെ കയ്യിലുണ്ടെന്ന് മെസ്സേജ് വരുന്നുണ്ടെ അവൾ അത് വാങ്ങി സർവീസ് സെന്ററിൽ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. അയാൾ അത് ഫിക്സ് ചെയ്ത് അവൾക്ക് കൊടുക്കും. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് ചാൻ റെഡിയാക്കി വെച്ചിരുന്ന ഫോൾഡർ അവൾ വായിച്ചു തുടങ്ങും. 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഇയാൾക്ക് മെസ്സേജ് അയക്കുന്നത്. ഹോക് ചാനാണ് എന്നോട് റിപ്ലൈ തരാനായിട്ട് പറഞ്ഞത്. എനിക്ക് മെസ്സേജ് അയക്കാൻ യാതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇയാൾക്ക് ട്രാപ്ഡ് ആയതുപോലെ തോന്നുന്നു, ഇയാൾക്ക് ചുറ്റും വോൾസ് ആണെന്ന് തോന്നുന്നു എന്നുള്ള ഇയാളുടെ മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും അതേ അവസ്ഥയിലായിരുന്നു. എനിക്ക് ഇയാളെ മനസ്സിലാക്കാനായിട്ട് പറ്റി. എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇയാൾക്ക് റിപ്ലൈ തരുവാണ് ചെയ്തത്.
നമ്മളുടെ ആ ഒരു ഇന്ററാക്ഷൻ അന്ന് അവസാനിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതിനുശേഷം അവന്റെ കൈക്ക് വയ്യാതെ വന്നതുകൊണ്ട് ബർത്ത്ഡേ പ്രസന്റ് എന്തെങ്കിലും കൊടുക്കാനായിട്ട് പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോഴാണ് ഇയാൾ ഒരു ഡിസൈനർ ആണെന്നൊക്കെ ഞാൻ ഓർത്തത്. സ്കെച്ച് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു പെൻ ഗിഫ്റ്റ് തരാനായിട്ട് ഞാൻ അന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ആ പെൻ ചൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ് അവൻ അതിൽ എഴുതിയിരുന്നത്. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന സമയമായിരുന്നു. എന്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ച ആ ഒരു ദിവസമാണ് വീണ്ടും ഇയാളുടെ മെസ്സേജ് വന്നതും എന്നെ ഇയാൾ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇയാൾ എൻ്റെ സേവിയർ ആണ്. അതിനുശേഷം ഓരോ ദിവസവും ഇയാളുടെ മെസ്സേജ് വരുന്നത് ഞാൻ നോക്കിയിരിക്കാനായിട്ട് തുടങ്ങി. കാരണം എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ആവശ്യമുണ്ടായിരുന്നു. ഇയാൾ എനിക്ക് ആ പ്രതീക്ഷയായിരുന്നു. എന്നെ പോലെ ഒരു അവസ്ഥയിലുള്ള ഒരാൾക്ക് തിരിച്ചും ആ ഒരു പ്രതീക്ഷയാവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പെൻ ഞാൻ ഗിഫ്റ്റ് ചെയ്തതെന്നൊക്കെ അവൻ അതിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ അവർക്ക് സങ്കടം വരും. ഹോക്ചാൻ റിസർച്ചിന്റെ കാര്യത്തിന് പ്രൊഫസറെ ഹെൽപ്പ് ചെയ്യാൻ പോയതുകൊണ്ടാണ് ആ ഒരു മാസം ഞാൻ ചാറ്റ് ചെയ്തതെന്നാണ് അവൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഹോക്ചാൻ അവളെ ചീറ്റ് ചെയ്യായിരുന്നു എന്ന് ചാൻ റിവീൽ ചെയ്തിട്ടില്ല. ഹോക്ചാൻ തിരിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അവനോടെല്ലാം തുറന്നു പറഞ്ഞു. ആ ദിവസമാണ് എക്സ്പ്ലോഷൻ സംഭവിച്ചത്. ആ എക്സ്പ്ലോഷനിൽ പരിക്ക് പറ്റിയ എനിക്ക് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് ആരും വിചാരിച്ചതല്ല. അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ആരോ എൻ്റെ പേര് വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഓർമ്മ വന്നപ്പോൾ അതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ആ ഒരു സൗണ്ടും രൂപവും എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അതാണ് ഞാൻ സ്കെച്ച് ചെയ്തത്. ചികിത്സയ്ക്കായിട്ട് കൊറിയയിലേക്ക് വന്നപ്പോൾ ആ രൂപം ഞാൻ നേരിട്ട് കണ്ടു. ക്രിസ്മസ് ഈവിന്റെ അന്നായിരുന്നു. അത് ഇയാളായിരുന്നു. അവിടെ വന്നപ്പോൾ സൗണ്ട് കേട്ടിട്ട് എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഇയാൾ എൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഹോക്ചാന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു എന്ന് അന്നേരമാണ് ഞാൻ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചത്. വീണ്ടും യാദൃശ്ചികമായിട്ട് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ വീണ്ടും ഇയാളെ കണ്ടുമുട്ടി. എനിക്കറിയാവുന്ന ഹാരൻ അല്ലായിരുന്നു ഞാൻ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ. എന്നെ 2 പ്രാവശ്യം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആളെ തിരിച്ച് പഴയതുപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാനും ആഗ്രഹിച്ചു. അങ്ങനെയാണ് റിഡിക്കുലസ് ആയിട്ടുള്ള ട്രയൽ പീരീഡിന്റെ കാര്യം ഞാൻ ഇയാളോട് വന്ന് സംസാരിക്കുന്നത്. അതിനുശേഷം നമുക്കിടയിൽ പലതും സംഭവിച്ചു. ഞാൻ ഗ്രീഡി ആവുകയാണെന്ന് പോലും എനിക്ക് സംശയം തോന്നി. എല്ലാം ഇയാളുടെ അടുത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മെമ്മറീസ് ഒരിക്കലും മുഴുവനായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഇയാളോട് പറയുകയാണെങ്കിൽ അത്രയും നാളത്തെ നമ്മുടെ പരിചയം വെച്ചിട്ട് ഇയാൾ എന്നെ വിശ്വസിക്കും, എൻ്റെ സിൻസിയറിറ്റി തിരിച്ചറിയുന്ന എനിക്ക് അറിയായിരുന്നു എന്നെല്ലാമാണ് ചാൻ അതിൽ എഴുതിയിരിക്കുന്നത്. ഹോക്ചാനെ കുറ്റം പറയാതെ അവളുടെ പഴയ മുറിവുകളൊന്നും ഓർമ്മിപ്പിക്കാതെ അവളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ചാൻ അത്രയും നാള് ഒന്നും മിണ്ടാതിരുന്നതെന്ന് ഹാരൻ തിരിച്ചറിയും. പലപ്പോഴും അവൻ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ട്രിപ്പിന് പോയപ്പോൾ അവൻ പറയാനായിട്ട് തുടങ്ങിയപ്പോൾ അവളാണ് സമ്മതിക്കാഞ്ഞത്. അതുപോലെ സിനിമയ്ക്ക് പോയപ്പോഴും അവൻ പറയാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ പറയാനുള്ള അവസരം കിട്ടിയില്ല. ഈ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞതിന് ശേഷവും അവൻ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഹാരനാണ് അവസരം കൊടുക്കാതിരുന്നത്. എപ്പോഴെങ്കിലും അവൻ പറഞ്ഞത് ശ്രദ്ധിക്കാനായിട്ട് സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്ന് അവൾ സങ്കടത്തോടെ ഓർക്കും. സമയം പതുക്കെ കടന്നു പോവും. മിസ് കിമ്മിന്റെ സർജറി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. UM റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് ഹാദമിന് മെഡിക്കൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടും. UMന്റെ ഫ്രണ്ടിന് പുതിയൊരു ടീമിലേക്ക് സെലക്ഷനും കിട്ടും. UM ഒരു ഏസ് പ്ലെയർ ആയിരുന്നതുകൊണ്ട് തന്നെ പല ടീംസും അവന്റെ റിക്കവറി ഒക്കെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അവന്റെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അവര് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റേറ്റ്സിൽ നിന്നൊരു ടീം കോണ്ടാക്ട് ചെയ്യും. വീഡിയോസ് ഒക്കെ ഞങ്ങൾ വാച്ച് ചെയ്തു. എത്രമാത്രം പ്രോഗ്രസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് നേരിട്ട് ഒന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ലോക്കൽ ട്രെയിനിങ് സെന്ററിൽ വന്നിട്ട് ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പോകാനായിട്ട് UM തീരുമാനിക്കും. അങ്ങനെ അടുത്ത സ്പ്രിംഗ് സീസൺ ആവും. പക്ഷേ ചാൻ മാത്രം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഹാരൻ എന്ന ഓഫീസിലേക്ക് വരുമ്പോൾ റെയിൻബോ ക്ലൗഡ് കണ്ടിട്ട് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ടീം മെമ്പേഴ്സ് എല്ലാം. അവർക്ക് വീണ്ടും ചാനിനെ ഓർമ്മ വരും. രമ്യ അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അവളുടെ അടുത്ത് ലൈക്ക് ചെയ്യാനായിട്ട് പറയും. ഹാരൻ അത് ലൈക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ റെയിൻബോ ക്ലൗഡ് ടാഗ് ചെയ്തിട്ട് കുറച്ച് ഡ്രോയിങ്സും ആണ്. അത് ചാൻ വരച്ചതാണെന്ന് നമുക്ക് മനസ്സിലാവും. ലാസ്റ്റ് അപ്ലോഡ് ചെയ്തേക്കുന്നത് 15 മിനിറ്റ് മുമ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്ഥലം എവിടെയാണെന്ന് നോക്കി ഹാരൻ അങ്ങോട്ടേക്ക് പോകും. ചാൻ പോകുന്നതും ഹാരൻ വരുന്നതും ഏകദേശം ഒരേ സമയത്താണ്. പക്ഷെ അവർ പരസ്പരം കാണുന്നില്ല. കുറച്ചുപേരൊന്നും അവനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ വേറെ ചിലർക്ക് അവൻ ഡ്രോയിങ് ഒക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ചാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഹാരന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. പിറ്റേ ദിവസം ചാൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ പണ്ടത്തെ പോലെ ഒരു പേന അവന്റെ കാലിനടുത്തേക്ക് വരും. അവനെടുത്ത് നോക്കുമ്പോൾ അതിൽ ഹാരൻ എഴുതിയിട്ടുണ്ട്. വീണ്ടും എന്റെ കയ്യിൽ നിന്ന് പേന താഴെ പോയി, ഞാൻ ഇയാളെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ നോക്കുമ്പോൾ ഹാരൻ ഓടി ചെന്ന് അവനെ ഹഗ് ചെയ്യും. എവിടെയായിരുന്നു ഇയാളെ ഒറ്റയ്ക്ക് ഇത്രയും നാളെന്ന് ചോദിക്കും. ഞാൻ കാരണമാണ് അത് സംഭവിച്ചതെന്ന് അവൻ പറയാനായിട്ട് തുടങ്ങുമ്പോൾ അതല്ല,
സുജന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇയാൾ കാരണമല്ല, അത് ഹോക്ചാൻ കാരണമാണ് സംഭവിച്ചതെന്ന് അവൾ തിരുത്തി കൊടുത്തു. ഇവന്റെ മെമ്മറീസ് ഡിസോർഡർ ആയതുകൊണ്ട് അവനങ്ങനെ തോന്നിയതാണ്. അന്ന് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ഹോക്ചാൻ ദേഷ്യപ്പെട്ടിട്ട് ഇവനെയാണ് അടിക്കുന്നത്. അത്രയൊക്കെ പ്രകോപിപ്പിച്ചിട്ടും ചാൻ തിരിച്ച് അവനെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവനെ അടിക്കുമ്പോൾ ആ വേസ്റ്റ് ക്യാൻ താഴെ വീഴുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് സുജിൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? തെറ്റ് ചെയ്തത് നമ്മൾ രണ്ടുപേരുമാണ്. എത്രയും പെട്ടെന്ന് കൊറിയയിലേക്ക് തിരിച്ചു പോയി ഇയാളുടെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് വരണം. ദേഷ്യം ഇയാള് ചാനിന്റെ അടുത്ത് തീർക്കുകയല്ല വേണ്ടതെന്ന് പറയും. എന്നിട്ട് അവനോട് പുറത്തു പോകാനായിട്ട് പറയും. ഇവൻ സ്മോക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അത് പാടില്ല, ഇത് ലാബാണെന്ന് പറഞ്ഞിട്ട് സുജിൻ അവനെ പിന്തിരിപ്പിക്കുന്നുണ്ട്. വേസ്റ്റ് കണ്ടെയ്നർ താഴെ വീണത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അന്നേരം ആളുകൾ വരുന്നുണ്ട്. അത് കാരണമല്ല എക്സ്പ്ലോഷൻ സംഭവിച്ചത്. ഇയാളൊരു ഡേഞ്ചറസ് സ്റ്റേറ്റിലാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഹാരനെ കാര്യങ്ങളൊക്കെ അറിയിക്കണമെന്ന് സുജിൻ പറയും. റൂമിൽ ചെന്ന് കഴിയുന്ന തന്നെയാണ് ഹാരന്റെ മെസ്സേജ് ചാൻ കാണുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയത്ത് സുജിൻ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. ഇവൻ ടെൻഷൻ കാരണം എപ്പോഴും ഇങ്ങനെ ലൈറ്റർ കത്തിച്ചുകൊണ്ടേയിരിക്കും. അബദ്ധത്തിൽ അത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ കൈ തട്ടി റിയേജന്റ് താഴെ പോവും. അതേ സമയത്ത് ലൈറ്റർ കത്തും. അങ്ങനെയാണ് എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത്. ഇയാൾ കാരണമല്ല, ഹോക്ചാൻ കാരണമാണ് എക്സ്പ്ലോഷൻ സംഭവിച്ചത്. എല്ലാം ഓർത്തെടുത്തേ മതിയാവൂ എന്ന് ഹാരൻ ചാന്റെ അടുത്ത് പറയും. അവനെ ബോധം പോയിട്ടുണ്ടാവും അന്നേരത്തേക്ക്. ബ്രെയിനിലിരിക്കുന്ന മെറ്റൽ പീസിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തല്ല, അതുകൊണ്ട് സർജറിക്ക് പറ്റുന്ന ഡോക്ടേഴ്സ് പറയും. അങ്ങനെ അവന്റെ ബ്രെയിനിൽ സർജറി കഴിയും. ഇത് അവന്റെ മെമ്മറിയെ എങ്ങനെ ബാധിക്കുന്നു, ഓർമ്മ വന്നതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നും ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അവരാണെന്ന് നോക്കുമ്പോൾ അടുത്ത ഹാരൻ ഇരിപ്പുണ്ട്. അവളുടെ ഒരു ഡ്രോയിങ് അവിടെ വരച്ചു വെച്ചിട്ട് അവൻ പുറത്തേക്ക് പോകും. അവൻ വീണ്ടും പോയി എന്ന് വിചാരിച്ചിട്ട് അവൾ അവിടെ എല്ലാം നോക്കി നടക്കും. അവസാനം അവിടെ വെച്ചിട്ട് അവനെ കാണും. ലാസ്റ്റ് അവന്റെ ഡ്രോയിങ് പാഡിൽ അവൻ എഴുതിയിരുന്നത്, ഞാൻ ഇത്രയും കാലം പറയാൻ മടിച്ച കാര്യമാണ്. ഓരോ പ്രാവശ്യവും ഇത് പറയാനായിട്ട് ഞാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ഓർമ്മകൾ എന്തെങ്കിലും തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവൻ ഓടി ചെന്നിട്ട് അവളെ ഹഗ് ചെയ്തിട്ട് ഇഷ്ടമാണെന്ന് പറയും. മിസ് കിമ്മും പാർക്കും കല്യാണം കഴിക്കും. രണ്ടുപേരും ഇമച്വർ ആയിരുന്നതുകൊണ്ടാണ് അകന്നു പോകുമെന്ന് പേടിച്ചിട്ട് കല്യാണം കഴിക്കാൻ പെട്ടെന്ന് തീരുമാനം എടുത്തതെന്ന് യുഎമും ഹാദമും തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ എടുത്തു ചാടി ഒരു കല്യാണത്തിന്റെ ആവശ്യമില്ലാന്ന് അവർക്ക് മനസ്സിലാവും. പാർക്കിന്റെ കൂടെ ഫ്രാൻസിലേക്ക് ഒരു മാസത്തെ വെക്കേഷന് പോയതിനു ശേഷം മിസ് കിം തിരിച്ച് കമ്പനിയിലേക്ക് വരും. ഹായങ്ങും ടേസുക്കും ഇപ്പോൾ ഒന്നിച്ച് ഹാപ്പിയാണ്. ചാൻ ഹാരനെ പ്രപ്പോസ് ചെയ്യും. ചാനും ഹാരനും അവരാഗ്രഹിച്ച കൂട്ട് ലൈഫ് സ്പെൻഡ് ചെയ്യുന്ന അവരുടെ ഹാപ്പി മൊമെന്റ്സ് കാണിച്ചുകൊണ്ടാണ് ഡ്രാമ അവസാനിക്കുന്നത്.